1/2 hour കഴിയുമ്പോൾ BP ഒന്ന് ചെക്ക് ചെയ്തേക്ക്. മെഡിസിൻസ് അത് തന്നെ ഫോളോ ചെയ്തോ. ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സത്യത്തില് പ്രശ്നം മാനസികമാണ്. തുടർച്ചയായി ഉറങ്ങാതിരുന്നതിന്റെ ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുത്ത് നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. ഉണർന്നതിന് ശേഷം നമുക്ക് കാര്യമായി പരിശോധിച്ച് നോക്കാം. ഡോക്ടർ, ഇനിയിപ്പോ രാത്രി മറ്റോ ഉണരൂ? നോർമൽ കേസിൽ അതിന് സാധ്യത കുറവാ. പിന്നെ ഉണരുകയാണെങ്കിൽ സിസ്റ്ററിനെ വിവരം അറിയിച്ചാൽ മതി. ശരി ശരി. ഒന്നും പറയണ്ട മോളെ. മനസ്സിലൊരു വിഷമം കേറി കൂടിയ പിന്നെ ഒരു കാരണവശാല് ശ്യാമയ്ക്ക് സ്വസ്ഥത കിട്ടില്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്നറിയോ? രാധയെക്കുറിച്ചുള്ള ടെൻഷനാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ചെറിയമ്മയുടെ കണ്ടീഷനുള്ള ആർക്കും ഇതൊക്കെ സ്വാഭാവികമാണ്. അത്രയ്ക്കും വലിയ വേദനയല്ലേ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് രാധികയെ സംരക്ഷിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന തോന്നൽ കൂടെ ആവുമ്പോഴോ? രാധികയും വരണിനെ അറിയിക്കണ്ടേ? വേണ്ട, തൽക്കാലം നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ ഇവിടെ. ദേ രാധികയെ വിളിക്കുന്നത്. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്യാമയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാ ഉടനെ അവളുടെ കോൾ ഉണ്ടാവും. അമ്മയും മോളും തമ്മിൽ മാനസികമായിട്ട് അത്ര അടുപ്പാ. ഞാനെടുക്കാം. ഹലോ, ഇതാരാ? ഫിദമ്മ എവിടെയാ? ഞാൻ ആരതിയാ. ഫിദമ്മയുടെ ഫോൺ എടുക്കാത്ത? ഫിദമ്മ ഉറങ്ങിയോ? ഫിദമ്മയുടെ കുറച്ച് നേരത്തെ ഉറങ്ങി. ഉറങ്ങിക്കിടന്നപ്പോ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. ഫിദമ്മടത്തിന് സ്വപ്നം കണ്ടു. ഫിദമ്മടത്തിന് വയ്യാന്നോരോ പറയുന്ന പോലെ. അതുകൊണ്ടാവുന്നു വിളിച്ചു നോക്കാന്ന് കരുതി. ശല്യായോ? അതെന്തിനാ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ഫിദാമ്മേടത്തിനുള്ള ഇഷ്ടം കൊണ്ടല്ലേ? കാര്യം എന്താണെന്നറിയോ? ഫിദാമ്മേടത്തിന് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. 2 ടാബ്ലറ്റ് കഴിച്ചു. അതിന്റെ ചെറിയൊരു സെഡേഷൻ. ഉറങ്ങിപ്പോയി. ഉണരുമ്പോ ഞാൻ എന്തായാലും പറയാം. ആ മതി, വേറൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാ മതി.